കേരളത്തിൽ നല്ല മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു ഞങ്ങളെ പിണറായി. വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. ഈ 10 വർഷം ഭരിച്ചു, നല്ല കാര്യങ്ങൾ ചെയ്തു. അത് ഞങ്ങൾ ആരും അറിഞ്ഞില്ല, പക്ഷെ ഇപ്പോ UDF വന്നത് 10 വർഷം ഭരിച്ചതുകൊണ്ട് ഇനി വേറൊരു പാർട്ടി ഭരിക്കട്ടെ എന്ന രീതിയിൽ മാത്രം മാറിക്കൊടുത്താണ്. ഉറപ്പല്ലേ അവള് വെറുതെ തള്ളുക. ജനങ്ങൾ മാറ്റിയത്, അല്ലാണ്ട് ഒരിക്കലും പിണറായി സർക്കാരിനെ ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല. പുണ്യമാണ് നീ, കോടി പുണ്യം. ഇഷ്ടമല്ലാത്തതാണ് ഇഷ്ടം ജനങ്ങൾ തോൽപ്പിച്ചതാണ്. അടുത്തൊരു പാർട്ടി ഭരിക്കട്ടെ, എങ്ങനെ ഉണ്ടെന്ന് നോക്കാലോ. ഇവർ പറഞ്ഞ വാഗ്ദാനങ്ങളൊക്കെ നടത്തുമെന്ന് അറിയില്ലല്ലോ, അതിനുവേണ്ടി മാത്രം ഒഴിഞ്ഞു കൊടുത്താന്ന് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ എന്ത് വെറുപ്പിക്കലാണ്, ഭയങ്കര വീട്ടിലാണല്ലോ. ഞങ്ങള് പിണറായി സർക്കാർ ഇറങ്ങി കേറിയ സമയത്ത് ഖജനാവിൽ ഒരു തേങ്ങ ഉണ്ടായിട്ടില്ല. പിണറായി നിന്നെ സമ്മതിക്കണം, നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നുണകൾ വരുന്നേ? പിണറായി സർക്കാർ വന്നതിന് ശേഷം എത്രയോ കോടി, 3 ലക്ഷം കോടി കടമായി. കടമല്ല, ഇല്ല സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഒരിക്കലല്ല. ഇയാളെ ഏതാ പാർട്ടി? 3 ലക്ഷം കോടി കടമായി. ഇല്ല ഖജനാവില് എത്രയോ കോടി, 4000 കോടിയോ ഇട്ടിട്ടാണ് ഞങ്ങളെ സർക്കാർ പിന്മാറിയത്. ഈ ഫൂളിഷ് ലൈസ് ഒക്കെ എല്ലാരും വിശ്വസിക്കുന്നു വിചാരിച്ചിട്ടാ? സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്നുണേ പറയൂ. പൂച്ച പറ്റി കിടന്ന ഖജനാവിലെ 4000 കോടി ഇട്ടാണ് ഞങ്ങളുടെ സർക്കാർ പിന്മാറിയത്. ഇനി UDFന്റെ ആൾക്കാരെ നോക്കട്ടെ. ഒരുമാതിരി ചൊറിഞ്ഞു വരുന്നുണ്ട് നിന്റെ വർത്താനം കേട്ടിട്ട്. ഇപ്പം ഭരണം UDFന് കൈമാറുമ്പോ LDF സർക്കാർ വരുത്തി വെച്ച കട എത്രയാണെന്നറിയോ? 3 ലക്ഷം കോടി കേരളത്തില്. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. കേരളത്തിൽ നോക്കുമ്പോ അതൊന്നും വലിയ കടയില്ല, 3 രൂപ പോലെ ഇറങ്ങി വിടുന്ന. അതിനും വലിയ കട ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടാണ് ഞങ്ങൾ അത് നിർത്തിയത്. രാജിയേട്ടാ, ഇവിടെ അരുതബു അരുത്. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, പോയിട്ട് രാവിലെ വരാം.